സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം പരിഹാരമില്ലാതെ തുടരുന്നതിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ആരോപിച്ച് മാർ ആൻഡ്രൂസ് താഴത്ത്. സിറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്നും ആരോപണം. ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി. ബീന, വളരെ ഗൗരവതരമായ ഒരു പരാമർശമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. സിറോ മലബാർ സഭയിലെ ഈ കുർബാന തർക്കം പരിഹാരമില്ലാതെ തുടരുന്നതിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ആരോപിക്കുന്നു. അതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് തന്നെയാണോ അദ്ദേഹം പറയുന്നത്? എന്താണ് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്? രോഹിണി, KCBC പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്താണ് ഇത്തരത്തിൽ വലിയ വിമർശനവുമായി ഇപ്പോൾ ദീപികയിൽ ഒരു അഭിമുഖം നൽകിയിട്ടുള്ളത്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട കുർബാന തർക്കം ഏതാണ്ട് 10 വർഷത്തോളമായി മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. പല പ്രതിവിധികൾ പല സിനഡ് ചേർന്ന് പലതവണ പരിഹാരം നിർദ്ദേശിച്ചെങ്കിലും ഇപ്പോഴും അത് ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. വിശേഷ അവസരങ്ങളിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശം പോലും പാലിക്കാൻ വിമത വിഭാഗം പലപ്പോഴും തയ്യാറായിട്ടില്ല. അത്തരത്തിൽ നീണ്ടുപോകുന്ന ഈ കുർബാന തർക്കത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനെ വഷളാക്കുന്നതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്നാണ് മാർ ആൻഡ്രൂസ് താഴത്ത് ഒരു വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അങ്ങനെ പറയുന്നവരെ ഭീഷണിപ്പെടുത്താനാണ് വിമത വിഭാഗം ശ്രമിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്ന നേതൃത്വത്തിലുള്ളവർ തന്നെ ഇത് പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട്. സഭയിലെ നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പോലും ബോധപൂർവം ഇടപെട്ട് ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഒരു നയമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. സിറോ മലബാർ സഭയിലെ ആരാധനാക്രമ വഴക്കിലടക്കം ചിലരുടെ കുൽസിതമായ ഇടപെടലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഇടപെടൽ അതീവ ഗൗരവതരമായ ഈ ഇടപെടലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം അത് കൃത്യമായ കാരണങ്ങൾ സഹിതമാണ് അഭിമുഖത്തിൽ പറയുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് അവരുടെ പദ്ധതികളിൽ ചിലത് സിറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ്. കാരണം ഏറ്റവും സംഘടിച്ചു നിൽക്കുന്ന സഭാവിഭാഗത്തെ ഭിന്നിപ്പിച്ചും വഴക്കടിപ്പിച്ചും തീർക്കാമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു അത്രേ എന്നാണ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ ഈ സഭാവിരുദ്ധ തീവ്രവാദികൾ തങ്ങളുടെ പരിപാടികളിൽ കുറച്ചെങ്കിലും വിജയിച്ചു എന്ന സഭാ അംഗവും ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണച്ച ഒരു വൈദികനും കൂടിയായ ഫാദർ ജോർജ് നെല്ലിശ്ശേരിയും ഇത്തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ചിലർ പണത്തിനു വേണ്ടി അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയെ ഒറ്റിക്കൊടുത്തുവെന്നായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുക എന്നൊരു വിമർശനം കൂടി ഫാദർ ജോർജ് നെല്ലിശ്ശേരിയും സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഗൗരവകരമായ ഒരു പരാമർശമാണ് മാർ ആൻഡ്രൂസ് താഴത്ത് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. കുർബാന തർക്കം ഏറെ നാളുകളായി തുടരുകയാണ്. പലവട്ടം അത് സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എറണാകുളം ബസലിക്ക പള്ളി ഏറെക്കാലം അടച്ചുപൂട്ടിയിടുന്ന ഒരു സാഹചര്യം പോലും വന്നിരുന്നു. ആ സംഘർഷം കയ്യാങ്കളിയിലേക്കും ഒപ്പം തന്നെ നിയമ ഇടപെടലുകളിലേക്കും കോടതി ഇടപെടലുകളിലേക്കും ഒക്കെ നീണ്ടുപോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടും അത് പരിഹരിക്കാനാവാതെ ഇന്നും തുടരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ, പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള തീവ്രവാദ ശക്തികളുടെ ഇടപെടൽ ഈ സമരത്തെ ഒരിക്കലും അവസാനിക്കാതിരിക്കാൻ, കാരണം ഇത്തരം ഒരുമിച്ച് നിൽക്കുന്നവരെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇങ്ങനെ തുടർന്നു പോകുന്നതിനെ വളരെ ഗൗരവമായി കാണണം. ഇത് ഇടപെടണം, സഭാ നേതൃത്വം ഇതിൽ ഇടപെടണം എന്ന ഒരു ആഹ്വാനം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.